Vijay fans in the house, give me a cheer. എല്ലാവരും ഫെമിനിസ്റ്റ് ആണല്ലേ? ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വിജയ് ഫാൻ ആരാണെന്ന് അറിയാമോ? ഞാനാ. സൈഡിൽ നിന്ന് തൃശയാണ്. ഞാനാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. ഈ കഴിഞ്ഞിടെ വിജയ്ക്ക് ഒരു നടിയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഭാര്യ രംഗത്ത് വന്നപ്പോൾ അണ്ണൻ അങ്ങനെ ചെയ്യില്ല, നടിയുമായിട്ട് ബന്ധമില്ലെന്നൊക്കെ കഷ്ടപ്പെട്ട് ന്യായീകരിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ ഫാൻസ് വരെ ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അവരോട് സഹതാപമാണ് തോന്നിയത്. നടിയുമായിട്ട് ബന്ധമുണ്ട്. ശരിക്കും അണ്ണൻ തമിഴ് മക്കൾക്ക് വേണ്ടി MGRനെ പോലെ അടുത്ത CM ആകാനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് നടിയുമായിട്ട് ബന്ധം തുടങ്ങിയത് തന്നെ. ജസ്റ്റ് ക്രിയേറ്റിംഗ് അനദർ ജയലളിത. ഫ്യൂച്ചറിൽ അണ്ണന് ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രി വരുമ്പോൾ ഇന്ന് തള്ളിപ്പറഞ്ഞ് നിങ്ങളൊക്കെ കൈയടിക്കും അണ്ണന് വേണ്ടിയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നിട്ട് തമിഴ്നാടിൻ്റെ അടുത്ത CM ആരാകുമെന്ന് തമിഴ് വിജയ് ഫാൻസിന് ചോദിച്ചാൽ പോലും അവർക്ക് ഡൗട്ടാണ്. പക്ഷെ കേരളത്തിലെ സിറ്റുവേഷൻ ഇതല്ല. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന് നിങ്ങൾ ഏതൊരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാലും അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് 2 അക്ഷരമേ പറയത്തുള്ളൂ: VD, RC, KC, KS. KM. ഈ KM ആരാണെന്നറിയോ? K മുരളീധരൻ. പുള്ളി വരെ അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതാ ലിസ്റ്റിലുണ്ടെന്ന് പുള്ളിക്ക് തന്നെ തോന്നുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം. സ്വന്തം വീട്ടിനുള്ളിൽ നിന്ന് CM സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം വേണ്ടെന്ന് വിചാരിച്ച പത്മജ BJP ചേർന്നത്. അപ്പൊ കോൺഗ്രസ് ഭരണം പിടിച്ച മുരളി CM, BJP ഭരണം പിടിച്ച പത്മജ CM. ഇതാണ് അവരുടെ കുടുംബ സ്ട്രാറ്റജി, അവരുടെ വാപ്പച്ചിയുടെ ലെഗസി. BJP ഭരണം പിടിച്ച് പത്മജ CM ആകുമെന്ന് പറഞ്ഞതിന് മുകളിലൊരു കോമഡി എന്ന് പറയാൻ എനിക്കില്ല, മഹാദേവനില്ല. കേരളത്തിലെ കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ ഈ മുഖ്യമന്ത്രി സാധ്യതാ ലിസ്റ്റിൽ ഇത്രയും നേതാക്കന്മാർ. കേന്ദ്രത്തിൽ ആ പ്രശ്നമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞൊരു 15 വർഷമായിട്ട് നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സാധ്യതാ ലിസ്റ്റിൽ ഒറ്റ പേരേ ഉള്ളൂ: രാഹുൽ ഗാന്ധി. ഇനി അടുത്ത് 25 വർഷത്തേക്കും സാധ്യതാ ലിസ്റ്റിൽ രാഹുൽ മാത്രമേ ഉള്ളൂ. സാധ്യതാ ലിസ്റ്റിൽ മാത്രം. ഇരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് തോന്നും നിനക്ക് രാഷ്ട്രീയം പറയേണ്ട കാര്യമുണ്ടോ? നോമ്പായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറയത്തില്ലായിരുന്നു, തുണ്ട് മാത്രമേ പറയത്തുള്ളൂ. കോൺഗ്രസിനും BJPയും താറടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന്. നിങ്ങൾ ഊഹിച്ചത് കറക്റ്റാണ്. വരുന്ന കേരള നിയമസഭാ ഇലക്ഷനിൽ ഇടതുപക്ഷം വീണ്ടും ഭരണം പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത CM മുഹമ്മദ് റിയാസ് ആയിരിക്കണം. അൽഹംദുലില്ലാ ഞമ്മൻ്റെ ആളാ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഞങ്ങളുടെ ആൾക്കാരുടെ ഒരു പ്രത്യേക താല്പര്യമാണ്. അതിപ്പോൾ ലോകത്തിൻ്റെ ഏത് മുക്കിലോ മൂലയിലോ ഉള്ളവരാണെങ്കിലും അവരോടൊക്കെ നമുക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഇറാഖിൽ സദ്ദാം ഹുസൈനും ഇറാനിൽ കൊമൈനിയും കൊല്ലപ്പെട്ടപ്പോൾ ഇങ്ങ് കേരളത്തിൽ ഞങ്ങൾക്ക് പൊള്ളി. ലോകത്തെ പല നേതാക്കന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. ചെറിയൊരു വർഗീയത. ഞങ്ങൾ പ്രശ്നക്കാരാണെന്ന് അള്ളാഹിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ മെയിലീഗോ കുറച്ച് കട്ട് ചെയ്ത് കളയാൻ. ഇത് പോരാഞ്ഞ് ഡെയിലി 5 നേരം നിർബന്ധമായി പള്ളിയിൽ പോയി നിസ്കരിക്കണം, 4 നേരം ഓപ്ഷണൽ വീട്ടിൽ നിസ്കരിക്കണം, കയ്യിലെ പൈസ കൊണ്ട് സക്കാത്ത് കൊടുക്കണം, വർഷത്തിൽ 1 മാസം നോമ്പെടുത്ത് പട്ടിണി കിടക്കണം, ഹജ്ജിന് പോകാൻ വേണ്ടി 1.5 മാസം മക്കയിൽ പോയി നിൽക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തിൽ ബാക്കിയാവുന്ന ഇത്തിരി സമയത്താണ് ഞങ്ങൾ ഈ ലോകം മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലാഹ് ഇതൊന്നും ഇല്ലാതെ ഞങ്ങളെ ഫുൾ ടൈം ഫ്രീ ആക്കി വിട്ടിരുന്നെങ്കിൽ. ഈ കഴിഞ്ഞൊരു നൂറ്റാണ്ടില് ലോകത്ത് മൊത്തം ഞങ്ങളാ പ്രശ്നമല്ലേ? മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളാ മൊത്തം പ്രശ്നം അല്ലേ? പലസ്തീനിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം, ഇറാനിൽ ഇസ്രായേലും അമേരിക്കയുമായിട്ട് യുദ്ധം, അഫ്ഗാനിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, ഇറാഖിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, സിറിയയിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, ലെബനനിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, യമനിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, ലിബിയയിൽ അമേരിക്കയുമായിട്ട് യുദ്ധം.
ക്യൂബയിലും പനാമയിലും സൊമാലിയയിലും കൊറിയയിലും മെക്സിക്കോയിലും ജർമ്മനിയിലും ബ്രിട്ടനിലും ഇറ്റലിയിലും ജപ്പാനിലും ഒക്കെ അമേരിക്ക വേണ്ടി യുദ്ധം ചെയ്യാൻ പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ആ സമയത്തൊക്കെ നോമ്പായിരുന്നു. പാവം അമേരിക്ക. ശരിക്കും ഞങ്ങളുടെ വർഗീയത പുറത്തുനിന്നുള്ള ഈ US ഇൻവോൾവ്മെന്റ് വരുന്നത് വരെ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. GCC അറബ് നേഷൻസിന്റെ ഒക്കെ സ്റ്റാൻഡ് നോക്കി അത് മനസ്സിലാവും. അവരൊക്കെ ശരിക്കും മലയാളികളെ കണ്ടുപിടിക്കണം. ശരിക്കും സ്വന്തം വർഗ്ഗക്കാരോട് ഇത്രയധികം കൂറും ഏറ്റവും വർഗീയതയുള്ളത് ആർക്കാൻ അറിയാമോ? നമ്മൾ മലയാളികൾക്കാണ്. നിങ്ങൾ മലയാളികൾ, നമ്മൾ മലയാളികൾക്ക്, നമ്മൾ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ചെന്നാലും വേറൊരു മലയാളിയെ കണ്ട ഒരു പ്രത്യേക സ്നേഹമല്ലേ അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പുറത്തുനിന്നൊരു ഭാഷക്കാരൻ ഒരു സ്റ്റോറിയുമായിട്ട് വന്നിട്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാലോ, കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് കളിയാക്കിയാലോ, കേരളക്കാരും മലയാളികൾ മോശമെന്ന് പറഞ്ഞാലോ, നമ്മൾ ഒന്നിച്ചിറങ്ങി കൂട്ടായിട്ട് സൈബർ അറ്റാക്ക് ചെയ്ത് തകർത്ത് കളയവരെ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്ടേഴ്സ് വർഷങ്ങളായിട്ട് ഫേവറേറ്റിസം കളിച്ചും ലോബിയും കളിച്ചും എത്രയോ ടാലൻസിനെ ഒഴിവാക്കുന്നു. പക്ഷെ സഞ്ജു സാംസനെ തൊട്ടാ നമ്മൾ ഒന്നിച്ചിറങ്ങും. ഈ കഴിഞ്ഞ T20 വേൾഡ് കപ്പ് നമ്മൾ ജയിച്ചു, ഇന്ത്യ ജയിച്ചു. അപ്പം കിട്ടിയ സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷം സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറഞ്ഞവന്മാരുടെയൊക്കെ അണ്ണാക്കിലടിച്ച് കൊടുത്തപ്പോഴല്ലേ. സെമിയിലും ഫൈനലിലും സഞ്ജു 90 അടിച്ച് ഔട്ടായപ്പോൾ സഞ്ജുവിന്റെ സ്കോറിനേക്കാൾ കൂടുതൽ ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യ അടിക്കരുതെന്ന് മനസ്സിൽ രഹസ്യമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ സഞ്ജുവിനെ തലയിൽ പൊക്കി വെച്ചുകൊണ്ട് നടന്നാലും സഞ്ജു കപ്പ് ജയിച്ചിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാമെന്ന ജില്ലാ സെക്രട്ടറിയോട് ഒന്ന് മാറിയിക്കണ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അപ്പൊക്കാണ് യഥാർത്ഥ വർഗീയത. കമന്റും സോഷ്യൽ മീഡിയ പോസ്റ്റും നിറയും. സഞ്ജു അവനേതാ? 1ാമത് ജില്ലാ സെക്രട്ടറി, 2ാമത് ജില്ലാ സെക്രട്ടറി. സഞ്ജു വെറും കോൽക്കളിക്കാരൻ. That means my guys have been very wonderful.